LDF സർക്കാരിന്റെ വികസനക്ഷേമ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനും നവകേരള വികസനത്തിനുമായി ഇടതുപക്ഷ ഭരണം ഇനിയും തുടരാനും അഭ്യർത്ഥിച്ചാണ് LDFന്റെ വികസന മുന്നേറ്റ ജാഥ നടക്കുന്നത്. രാവിലെ പാലായിലെ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് മധ്യമേഖല വികസന ജാഥ പൊൻകുന്നത്ത് എത്തിയത്. രാജേന്ദ്ര മൈതാനത്ത് നടന്ന പൊതുസമ്മേളനം മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും ജാഥ അംഗവുമായ KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. മതത്തെ അടിസ്ഥാനമാക്കി രാജ്യമുണ്ടാകാൻ പാടില്ലെന്ന് KK ശൈലജ പറഞ്ഞു. ചാതുർവർണ്ണ്യം തിരികെ കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടമെന്ന് ദൈവം പറഞ്ഞു എന്ന് എഴുതി വെച്ചത് ദൈവത്തിന്റെ പേരിൽ. ദൈവാരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണസ്യ മുഖമാസ്യ ബാഹു രാജന്യകൃത ഊരു തദൈശ്വൈശ്യ പഥ്യാം ശൂദ്രോ അജായത്. ഇങ്ങനെ ഉണ്ടായതാന്നാ പറഞ്ഞത്. തലയിലുണ്ടായിട്ടുള്ള ബ്രാഹ്മണനാണ് സ്വത്തും ബുദ്ധിയും ഒക്കെ കൊടുക്കേണ്ടത്, ഇല്ലേ? ക്ഷത്രിയന് യുദ്ധം ചെയ്യാം, വൈശ്യന് കച്ചവടം നടത്താം, ശൂദ്രൻ പാദങ്ങളാണ്. അയാൾക്ക് പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുത്ത് വല്ലതും ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ ഈ തമ്പരാക്കന്മാരുടെ പത്തായത്തിൽ നിറച്ചു കൊടുത്ത് അവരുടെ വയറ് നിറക്കാം, എന്നിട്ട് പണിയെടുത്താക്ക് പട്ടിണി അടക്കാം. ഇതാണ് ചാതുർവർണ്ണ്യം. ആ ചാതുർവർണ്ണ്യം തിരിച്ചു കൊണ്ടുവരണമെന്ന് മനുസ്മൃതിയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഇപ്പൊ BJPക്കാർ പറയുന്നതാണ് നമ്മുടെ കുഴപ്പം. ആരോഗ്യമേഖലയിലും ഇടത് സർക്കാർ വലിയ വികസന പ്രവർത്തനം നടത്തിയതായും എല്ലാ ക്ഷേമ പെൻഷനുകളും വർദ്ധിപ്പിച്ചത് ഇടത് ഗവൺമെന്റാണെന്നും KK ശൈലജ ടീച്ചർ പറഞ്ഞു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷനായി. വികസന നേട്ടങ്ങളെ തമസ്കരിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് ഡോക്ടർ N ജയരാജ് പറഞ്ഞു. സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലുമെല്ലാം പ്രധാനമായിട്ടും ഇത്തരം വാർത്തകൾ തമസ്കരിക്കപ്പെടുകയും മറ്റു ചില വാർത്തകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തുകൊണ്ട് കേരളം കഴിഞ്ഞ 10 വർഷക്കാലം നേടിയ വികസന നേട്ടങ്ങളെ തമസ്കരിക്കുന്ന ഒരു സമീപനമാണ് സത്യത്തിലുണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്നൊരു കാലഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. പൊൻകുന്നത്തെത്തിയ വികസന മുന്നേറ്റ ജാഥയെ കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്നും രാജേന്ദ്ര മൈതാനിയിലേക്ക് ആനയിച്ച് സ്വീകരിച്ചു. തുടർന്ന് ജോസ് കെ മാണി നന്ദി അറിയിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 3ാം ഭരണത്തിലേക്ക് എത്തുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. BJPയും കോൺഗ്രസും വികസന വിരുദ്ധ തൂവൽ പക്ഷികളാണെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്തെങ്കിലും പ്രഖ്യാപിക്കുമെന്നും അവരും നിരാശരായി, ഒരു വാക്ക് പറഞ്ഞില്ല. അപ്പോൾ ആർക്കാണ് സന്തോഷം വന്നിരിക്കുന്ന UDF. കാരണം ഇവിടെ വികസനം നടക്കാൻ പാടില്ല. എത്രയും വികസനം നടന്നിട്ട് എപ്പോഴെങ്കിലും ഒരു കാര്യത്തെങ്കിലും UDF കോൺഗ്രസോ സഹായിച്ചിട്ടുണ്ടോ, പിന്താങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇതിനുശേഷം ഇതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ടു പേരും രണ്ട് പ്രസ്ഥാനങ്ങളും നമ്മൾ കാണുന്ന വികസന വിരുദ്ധ ഒരു തൂവൽ പക്ഷികൾ തന്നെയാണ്. ജോസ് കെ മാണിയെ നേതാക്കൾ പൊന്നാടയണിയിച്ചു. VP സുനീർ MP, PK ബിജു, കേരള കോൺഗ്രസ് നേതാക്കളായ മാത്യു ആനിത്തോട്ടം, സ്റ്റീഫൻ ജോർജ്, സുമേഷ് ആൻഡ്രൂസ്, ഇടത് നേതാക്കളായ VG ലാൽ, അഡ്വക്കേറ്റ് ഗിരീഷ് S നായർ, MA ഷാജി, പ്രൊഫസർ S പുഷ്കലാദേവി, TN ഗിരീഷ് കുമാർ, ഗൗതം ബാലചന്ദ്രൻ, കേരള കോൺഗ്രസ് B നേതാവ് ഹരി താമരശ്ശേരി, NCP നേതാവ് താഹ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.